കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ വീടുകൾ സന്ദർശിച്ച TVKയുടെ ജില്ലാ നേതാക്കൾ വിജയ് അപകട സ്ഥലത്ത് നിന്ന് മടങ്ങിയതിലും അപകടശേഷം വേണ്ട നിർദ്ദേശങ്ങൾ നൽകാതിരുന്നതിലും കരൂരിലെ വിജയിയുടെ പാർട്ടി പ്രവർത്തകർക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്ന് അറിയുന്നു. അപകടത്തിൽ കരൂർ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പ്രത്യേക സംഘത്തിന് കൈമാറി. മുഹമ്മദ് റഗീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. റഗീസ്, ഗുഡ് മോർണിംഗ്. ശരിക്കും യഥാർത്ഥത്തിൽ ഈ ഇരുത്തം വന്ന ഒരു പൊതുപ്രവർത്തകന്റെ കുപ്പായം അണിഞ്ഞിട്ടില്ലാത്ത നടൻ വിജയ് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു പരിഭ്രാന്തിയിലായിപ്പോയി എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹം പെട്ടെന്ന് വിമാനം കയറി ചെന്നൈയിലേക്ക് മടങ്ങിയതും പിന്നീട് 2-3 ദിവസം നിശബ്ദമായിരുന്നതും. വിവരങ്ങൾ SKN കൃത്യമായിട്ടുള്ള വാചകമാണ്. കാരണം അത്തരത്തിലൊരു പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാകാത്തതിൻ്റെ, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കുപ്പായത്തിലേക്ക് പൂർണ്ണമായും മാറാത്തതിൻ്റെ പ്രശ്നം തന്നെയായിരുന്നു വിജയെ സംബന്ധിച്ചിടത്തോളം കരൂരിൽ നേരിടേണ്ടി വന്നത്. കാരണം പെട്ടെന്ന് അദ്ദേഹം പാനിക്കായി പോയി. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ സ്വയം സുരക്ഷ മാത്രം നോക്കിക്കൊണ്ട് അദ്ദേഹം കരൂരിൽ നിന്ന് മടങ്ങുകയായിരുന്നു. അതിന് പിന്നാലെ അത് രാഷ്ട്രീയ പാർട്ടികൾ വിമർശിച്ചതിനപ്പുറം, അദ്ദേഹത്തിൻ്റെ പ്രതിയോഗികൾ വിമർശിച്ചതിനപ്പുറം മദ്രാസ് ഹൈക്കോടതി കടുത്ത ഭാഷയിൽ വിജയെ വിമർശിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ TVK പ്രവർത്തകർ കരൂരിലേക്ക് എത്തുന്നത്. അതായത് കഴിഞ്ഞ ശനിയാഴ്ച അപകടം നടന്നതിന് ശേഷം ഏതാണ്ട് നേരത്തോട് നേരം അടുക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് TVKയുടെ കരൂരിലെ പ്രവർത്തകർ പോലും ഈ മരിച്ചവരുടെ കുടുംബങ്ങളിലേക്ക്, പരുക്കേറ്റവരുടെ വീടുകളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയ നേതാക്കളോട് ചില മാധ്യമപ്രവർത്തകർ സംസാരിക്കുമ്പോൾ അവർക്ക് കടുത്ത അമർഷമാണുള്ളത്. വിജയ് അവിടെ നിന്ന് പോയതിൽ അവർക്ക് കടുത്ത അമർഷമുണ്ട്. ഒരു നേതാവെന്ന നിലയിൽ അവിടെ നിന്ന് കാര്യങ്ങൾ ഏകോപിപ്പിക്കാത്തതിൽ, തങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാത്തതിൽ, കാര്യമായി ഇടപെടാതിരുന്നതിൽ, വിജയ് പലപ്പോഴും മൗനം പാലിച്ചതിലൊക്കെയും വലിയ വിമർശനമാണ് ഈ നേതാക്കൾ ഉയർത്തുന്നത്. കാരണം പിന്നെ പല ദിവസങ്ങളായി അവർ ഈ വീടുകളിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ നേതൃത്വങ്ങളോട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇവർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക്, കയ്യേറ്റങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് TVKയോട് ഇവർ, നേതൃത്വത്തോട് ഇവർ സംസാരിക്കുമ്പോൾ യാതൊരു തരത്തിലുമുള്ള മറുപടി ലഭിച്ചില്ല എന്ന് പറയുന്നു. മാത്രമല്ല, ഈ കരൂർ ജില്ലാ നേതാക്കളെയൊക്കെയും അറസ്റ്റ് ചെയ്യുമ്പോൾ സംസ്ഥാന നേതാക്കൾ അതിൽ കൃത്യമായി ഇടപെട്ടില്ല. അവരുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് പോലും കാര്യമായ ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. ഒരു ഘട്ടത്തിൽ ഈ ആനന്ദിൻ്റെ ഒക്കെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ തങ്ങളല്ല പരിപാടി നടത്തിയത്, ജില്ലാ നേതൃത്വമാണ് പരിപാടി നടത്തിയതെന്നൊക്കെ ഒരു വാദം ജാമ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ആനന്ദും കൂട്ടരുമൊക്കെ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അത് ജില്ലാ നേതാക്കളെ പഴിചാരി സംസ്ഥാന നേതാക്കൾ രക്ഷപ്പെടുന്നു എന്നുള്ള വിമർശനവും പരിഹാസവും ഒക്കെ വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ നേതാക്കൾ അവിടേക്ക് എത്തി. ഇനി വിജയ് എപ്പോഴേക്ക് എത്തുമെന്നറിയണം. ഒരു ഘട്ടത്തിൽ അന്വേഷണവും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. മുഹമ്മദ് റഗീസാണ് വിവരങ്ങൾ നൽകിയത്. ഈ വലിയ കടുത്ത പ്രതിസന്ധിയിൽ നിന്ന് വിജയ് എങ്ങനെ മോചിതനാകും എന്ന് നമുക്കറിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടി ഓർഗനൈസേഷൻ തന്നെ ദുർബലമാണ് എന്ന് നമുക്ക് തോന്നുന്നു. കാരണം അതല്ലെങ്കിൽ പാർട്ടി ശരിക്കും ഈ ക്രൈസിസ് ഉണ്ടായി, അതൊരു ഫാക്റ്റാണ്. ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. എന്നാലും ഈ പ്രതിസന്ധി കടന്നു പോകാനുള്ള മുന്നൊരുക്കങ്ങളോ പിന്നൊരുക്കങ്ങളോ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ചെറിയ പ്രശ്നം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.